എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, BF എന്നിവയുടെ ക്ലാസ്സിലാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചല്ലോ. അപ്പോൾ മാക്സിമം സമയം നമ്മൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു വർഷം നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട ഇഷ്ടംപോലെ പരീക്ഷകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം. ഓക്കെ അല്ലേ? എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാൻ ഞാൻ മലയാളം PYQs കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ശരിയായ പദം, അതായത് നമുക്ക് യാദൃച്ഛികം എന്ന പദമാണ് ശരിയാക്കേണ്ടത്. എടാ, യാദൃച്ഛികം എങ്ങനെ എഴുതാം? യാദൃച്ഛികം, ചായയുടെ അടിയിൽ ച കേട്ടോ, പള്ളി കം കേട്ടോ, യാദൃച്ഛികം എന്ന് എഴുതുന്ന കണ്ടല്ലോ. ഇനി അതുപോലെ ഒരു വാക്കാണ് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ എഴുതുന്നത് എങ്ങനെയാണ്? ഹരിചന്ദ്രൻ. ഓക്കെ, ഹരിചന്ദ്രൻ എഴുതുന്നത് കണ്ടല്ലോ, ഹരിചന്ദ്രൻ. ചായും കൂടെ കേട്ടോ, ഇങ്ങനെ വരും. ഇതാണ് ഹരിചന്ദ്രൻ. നിശ്ചയം എഴുതുന്നത് എങ്ങനെയാണ്? ചായും കൂടെ, നിശ്ചയം. ഓക്കെ, നമുക്ക് അറിയാമല്ലോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ യാദൃച്ഛികം എപ്പോഴും ചോദിക്കുന്നതാണ്. ദി ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ, അതിന്റെ മലയാള പരിഭാഷയാണ്. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ എന്നുള്ളതിന്റെ മലയാള പരിഭാഷ എന്താണ്? അവൾ അവളുടെ അമ്മയെ പോലെയാണ് അല്ലെ? അവളുടെ അമ്മയെ പോലെയാണ്. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ, അതിന്റെ അർത്ഥം അതാണ്. വേറെ ഒരു മലയാള പരിഭാഷ നോക്കിക്കേ. ദ ഗെയിം ഈസ് നോട്ട് വർത്ത് ദ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ദ ഗെയിം ഈസ് നോട്ട് വർത്ത് ദ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? തിരയെണ്ണുക. ദ ഗെയിം ഈസ് നോട്ട് വർത്ത് ദ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്? തിരയെണ്ണുക. അടുത്ത നോക്കി, ഒറ്റപ്പദമാണ്. പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഒറ്റപ്പദം എന്താണ്? പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതമാണ്. ഓക്കെ, പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാ? ഭൂഷു ആണ് അല്ലെ? ജയിക്കാൻ ആഗ്രഹിക്കുന്നവനോ? ജിഗിഷു ആണ്. ഓക്കെ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഭൂഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗിഷു. ഓക്കെ അല്ലെ? അത് നോക്കിയടാ, കഴുത്ത് എന്ന അർത്ഥം വരുന്ന പദം, അതായത് കുറേ ഓപ്ഷൻ കണ്ടോ? കന്ദരം എന്നെ നോക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും അല്ലെ? കന്ദരം കഴുത്താണെന്ന് നമുക്കറിയാം, പക്ഷെ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. കന്ദരം, കന്ധരം, കന്തുകം, കന്തം. അത് ശരിയായിട്ടുള്ള പദം ഏതാണ്? നിങ്ങൾക്ക് കിട്ടി കാണും ആൻസർ. ഏതാണ്? എന്താണ് ആൻസർ? കന്ദരം. എങ്ങനെ എഴുതാം? ഇതാണ് കന്ദരം. ഓക്കെ, ഇതാണ് കന്ദരം കേട്ടോ. കന്ദരം എന്ന് വെച്ചാൽ എന്താണ്? കഴുത്താണ്. ദെൻ താടനം. താടനം എന്ന് വെച്ചാൽ എന്താണ്? താടിച്ചു എന്ന് വെച്ചാൽ എന്താണ്? അടിച്ചു എന്നാണ്. അപ്പൊ താടനം എന്ന് വെച്ചാൽ എന്താണ്? അടി എന്നാണ് കേട്ടോ, അടി. ഇനി ദാക്ഷിണ്യം. ദാക്ഷിണ്യത്തിന്റെ അർത്ഥം എന്താണ്? ഔദാര്യം. ദാക്ഷിണ്യം എന്താണ്? ഔദാര്യമാണ്. ദാക്ഷിണ്യം, ഔദാര്യം. ഭേഗം. ഭേഗം എന്ന് വെച്ചാൽ എന്താ? തവളയാണ് അല്ലെ? മണ്ടൂകം തവളയാണ്, ഭേഗം തവളയാണ്. ഓക്കെ, വൽക്കം. വൽക്കം എന്ന് വെച്ചാൽ എന്താ? മരവുരിയാണ്. വൽക്കം എന്ന് വെച്ചാൽ മരവുരി. അപ്പോൾ താടനം അടി, ദാക്ഷിണ്യം ഔദാര്യം, ഭേഗം തവള, വൽക്കം മരവുരി. ഈ സ്വസ്തിയും കൂടെ ഉണ്ട്. സ്വസ്തിയുടെ അർത്ഥം എന്താ? ആശീർവാദമാണ്. സ്വസ്തി എന്ന് വെച്ചാൽ ആശീർവാദമാണ്. സ്വസ്തി എങ്ങനെ എഴുതാം? സ്വസ്തി ചിലപ്പോ ശരിയായ പദം എഴുതാനൊക്കെ ചോദിക്കും. സ്വസ്തി എങ്ങനെ എഴുതാം? നമുക്ക് സ്വസ്തി ഇങ്ങനെ എഴുതാം. ഓക്കെ, നമ്മൾ ആസ്തി എഴുതുന്നത് എങ്ങനെയാ? ആസ്തി ഇങ്ങനെ എഴുതും അല്ലെ? ഇത്തായൊന്നും വേണ്ട. ഓക്കെ അല്ലേ? അടുത്തത്, ഇപ്പൊ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വിപരീതമാണ്. വിപരീതം എഴുതാനാണ്. അഗ്രജൻ. അഗ്രജൻ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അഗ്രജന്റെ വിപരീത പദം എന്താ? അവരജൻ എന്നാണ്. അഗ്രജൻ, അവരജൻ. അഗ്രജൻ, അവരജൻ. ആത്മനിഷ്ഠം, വസ്തുനിഷ്ഠം. ആത്മനിഷ്ഠപരമായി, വസ്തുനിഷ്ഠപരമായി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ? അപ്പൊ ആത്മനിഷ്ഠ ഓപ്പോസിറ്റ് എന്താണ്? വസ്തുനിഷ്ഠമാണ്. നിക്ഷേപം എന്താണ്? നിക്ഷേപം, അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് വിക്ഷേപമാണ്. നിക്ഷേപിക്കുക, വിക്ഷേപിക്കുക എന്നാ പറയുന്നത്. നിക്ഷേപം, വിക്ഷേപം. മറക്കരുത്, നിക്ഷേപം ഓപ്പോസിറ്റ് എന്താണ്? വിക്ഷേപമാണ്. അപ്പൊ അഗ്രജൻ അവരജനാണ്, ആത്മനിഷ്ഠം വസ്തുനിഷ്ഠമാണ്, നിക്ഷേപം വിക്ഷേപമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലോകസ്ഥിതി അറിയാത്തവർ, ശൈലി എന്താണെന്നാണ്. ലോകസ്ഥിതി അറിയാത്തവർ എന്നുള്ളതിന്റെ ശൈലി കിഴക്കിലെ തവളയാണ്. മനസ്സിലായോ? ലോകസ്ഥിതി അറിയാത്തവരെ നമ്മള് അതിന്റെ ശൈലിയുടെ അർത്ഥം എന്താണ്? കിഴക്കിലെ തവള. കാരണം കിഴക്കിലെ തവളയ്ക്ക് ഒന്നും അറിയാൻ മേല അല്ലെ? അത് ആ കഴുത്തിൽ തന്നെ കിടക്കുകയാണ്. ലോകത്തെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ അതിനറിയില്ല.
അപ്പൊ അതാണ് ലോകസ്ഥിതി അറിയാത്തവരെ നമ്മൾ എന്ത് വിളിക്കും? കിണറ്റിലെ തവള എന്ന് വിളിക്കും കേട്ടോ. ഇനി 12ാം വ്യാഴം. 12ാം വ്യാഴം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നാശമുണ്ടാക്കുന്നവർ. 12ാം വ്യാഴം എന്ന് വെച്ചാൽ നാശമുണ്ടാക്കുന്നവരാണ് കേട്ടോ. 12ാം വ്യാഴം നാശമുണ്ടാക്കുന്നവർ. അടുത്ത് നോക്കിക്കണം, സ്ത്രീലിംഗം എഴുതാനാണ്. നേതാവ്. നേതാവ്, നേതാവിന്റെ സ്ത്രീലിംഗം എന്താണ്? നേത്രിയാണ്. നേതാവ് നേത്രി. നേതാവ് നേത്രി. ബുദ്ധൻ, ബുദ്ധയാണ് അല്ലെ. ബുദ്ധൻ സ്ത്രീലിംഗം എന്താണ്? ബുദ്ധയാണ്. ബുദ്ധനും ബുദ്ധയും. നേതാവും നേത്രിയും. ഓക്കെ, നോക്കിക്കേ. ഇനി അടുത്തത് രാജ്യം പ്ലസ് എ. ഇത് ചേർത്ത് എഴുതാനാണ്. രാജ്യം പ്ലസ് എ എന്നുള്ളത് എങ്ങനെ ചേർത്ത് എഴുതാം? രാജ്യത്തെ. രാജ്യം പ്ലസ് എ എങ്ങനെ എഴുതാം? രാജ്യത്തെ. അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം, തിരിച്ചെഴുതാൻ ചോദിക്കാം. രാജ്യത്തെ എന്നുള്ള വാക്ക് തിരിച്ചെഴുതുമ്പോൾ രാജ്യം പ്ലസ് എ ആണ് രാജ്യത്തെ. ഓക്കെ, അപ്പൊ രാജ്യം പ്ലസ് എ എന്താണ്? രാജ്യത്തെ. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കണം, കുമുദ പ്ലസ് വതി എങ്ങനെ ചേർത്ത് എഴുതാം നമുക്ക്? കുമുദ്വതിയാണ്. കുമുദ പ്ലസ് വതി എന്താണ്? കുമുദ്വതിയാണ് കേട്ടോ. ദെൻ അടുത്ത് നോക്കിയേ, അവൻ. അവൻ എന്നുള്ള പദം തിരിച്ചെഴുതണം. മിക്കപ്പോഴും ചോദിക്കാറുണ്ട്, അവൻ അവളൊക്കെ ചോദിക്കാറുള്ളതാണ്. അവനെ നമുക്ക് എങ്ങനെ തിരിച്ചെഴുതാം? ആ പ്ലസ് അന്നാണ് അവൻ. അത് ഇങ്ങനെ തരും. ഇങ്ങനെ വന്നിട്ട് ചേർത്ത് എഴുതാൻ പറയും. നമ്മൾ ആദ്യം കണ്ട പോലത്തെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിച്ചു അല്ലേ. ആ പ്ലസ് അൻ എന്താണ്? അവനാണ്. അപ്പൊ അവൻ എന്നുള്ളത് എങ്ങനെ തിരിച്ചെഴുതാം? ആ പ്ലസ് അൻ. ഓക്കെ, അതുപോലെ വേറൊരു വാക്കാണ് മഹത് പ്ലസ് വചനം. മഹത് പ്ലസ് വചനം എന്താണ്? മഹദ്വചനമാണ്. മഹത പ്ലസ് വചനം മഹദ്വചനമാണ് കേട്ടോ. പ്രതി പ്ലസ് ഏകം എന്താണ്? പ്രത്യേകം. പ്രതി പ്ലസ് ഏകം പ്രത്യേകം. അപ്പൊ പ്രത്യേകം എന്ന വാക്ക് തിരിച്ചെഴുതുമ്പോൾ പ്രതി പ്ലസ് ഏകം. പ്രത്യേകം എങ്ങനെ തിരിച്ചെഴുതാം? പ്രതി പ്ലസ് ഏകം. അടുത്തത് നോക്കിക്കേടാ, എതിർലിംഗം എഴുതാനാണ്. ഗുരു. ഗുരു എന്ന വാക്ക് അതിന്റെ എതിർലിംഗം എന്താണ്? ഗുരുവിയാണ്. ഗുരുവിന്റെ എതിർലിംഗം എന്താണ്? ഗുരുവി. ഇമ്പോർട്ടന്റ് ആണ്. മനസ്സി എന്നുള്ളതിന്റെ എതിർലിംഗം എന്താണ്? മനസ്വിനിയാണ്. മനസ്സി മനസ്വിനി. മനസ്സി മനസ്വിനി. മനസ്സിന് എഴുതുന്നുണ്ടല്ലോ. ഇനി വിജേതാവ്. വിജേതാവിന്റെ എതിർലിംഗം എന്താണ്? വിജേത്രിയാണ് കേട്ടോ. വിജേത്രിയാണ്. വിജേതാവിന്റെ എതിർലിംഗം എന്താണ്? വിജേത്രിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് വേറൊരു ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷയമൊക്കെ അടിച്ചു പൊളിക്കുക. എന്നുവെച്ച് മാക്സിമം സമയം അതിനകത്തേക്ക് ഇത് ചെയ്യരുത്. പഠിക്കാൻ ശ്രമിക്കുക. 2026 നമുക്കൊരു ജോലിക്ക് കയറണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്. എപ്പോഴും പറഞ്ഞാലും ബോറടിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.